അപ്പോൾ നമ്മളിന്നിവിടെ നല്ലൊരു മാങ്ങാച്ചാറാണ് ഉണ്ടാക്കുന്നത്. അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പാപ്പ കൂട്ടുന്ന അച്ചാർ ഉണ്ടാക്കുക, കൂട്ടുക, അത്രമാത്രം മതി. സുർക്ക, ഒരു തുള്ളി വിനാഗിരി ഒഴിക്കും. പിന്നെ എണ്ണ വേണ്ട, കായം വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് മുളക് പൊടി, കുറച്ച് ഉലുവപ്പൊടി മാത്രം മതി. നല്ല ടേസ്റ്റാട്ടോ ഈ അച്ചാറിന്. ഇതേപോലെ അരിഞ്ഞെടുക്കട്ടെ. നാടൻ മാങ്ങച്ചാർ കേട്ടോ. എങ്ങനെയാണെന്നറിയാം. ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ. 2 മാങ്ങ ഇട്ടെടുത്ത് അരിഞ്ഞ് വെച്ച മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലതൊക്കെ അരിയാത്തുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അപ്പോൾ കുറച്ച് മതി. പിന്നെ ഉലുവപ്പൊടി പൊടിച്ച പാത്രത്തിലത്തെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതങ്ങോട്ട് ഇട്ടതാണ്. ഇതിൽ കൊള്ളാഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കളറുണ്ടാകാൻ വേണ്ടിയിട്ട്. മറ്റേ മുളകിന് ഭയങ്കര എരിവാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചിട്ടാൽ കാണൂല. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ചുകൂടി വിനാഗിരി ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ വിനാഗിരി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തീർക്കണം കേട്ടോ. ഈ അച്ചാർ ഇട്ടയ്ക്കാൻ പറ്റൂലേ. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇപ്പം തന്നെ കുറച്ചുകൂടി ഉലുവപ്പൊടിയിലാണ്. ഇനി ഇതൊരു കുപ്പിയിലാക്കി വെക്കുക. നേരത്തിന് എടുക്കുക, കഴിക്കുക. അടിപൊളി ടേസ്റ്റ് അതിന് കേട്ടോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി. എണ്ണ വേണ്ട, കടുക് വേണ്ട, വറവിടണ്ട, ഒന്നും വേണ്ട. അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മാങ്ങ ഇല്ലാത്ത കാലത്ത് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന ഒരു മാങ്ങ ഉണ്ടല്ലോ, അത്ര നീളത്തിലുള്ള സൈസ്, അത് വാങ്ങിയിട്ടാണ് അത് ആദ്യമായിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമായി കുട്ടികൾക്ക്. എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് അങ്ങനെ അടിയാറ പറയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ആരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ. ഇങ്ങനെ അച്ചാർ ഇങ്ങനെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. അടിപൊളി ടേസ്റ്റാണ്. പറയല്ല, ഉണ്ടാക്കിയിട്ട് പറഞ്ഞു നോക്കിയാണ് അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു കമൻറ്റ് ഇടണേ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. ലൈക്കിൻ്റെ ആ ബട്ടൺ ഒന്ന് ഞെക്കി കൊടുക്കണേ. സബ്സ്ക്രൈബ് പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് തരണം കേട്ടോ. നാടൻ മാങ്ങച്ചാർ കേട്ടോ. എങ്ങനെയാണെന്നറിയാം. ഇത് ചെറുതാക്കി അരിഞ്ഞെടുക്കട്ടെ. 2 മാങ്ങ ഇട്ടെടുത്ത് ഞാൻ മാങ്ങ നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ടു, ഉപ്പിട്ടു, ഉലുവപ്പൊടി ഇട്ടു. ഇത് തുള്ളി വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കട്ടെ. മുളക് പൊടി ഇട്ടു, ഉലുവപ്പൊടി ഇട്ടു, ഉപ്പിട്ടു, ഇളക്കി. എണ്ണ വേണ്ട, കായം വേണ്ട, ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ടു കേട്ടോ.